പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേൽക്കുമേൽ സമാധാനവും സമൃദ്ധിയും പരിശുദ്ധാത്മാവും നൽകുമാറാകട്ടെ. ഓരോ നിമിഷവും ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-15 വചനങ്ങൾ ധ്യാനിക്കണേ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്ന, അതിന് യഹോവ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോകുവാൻ മടി കാണിക്കരുത്. നാളെ എന്തായിത്തീരും, ആരെനിക്കായി കരുതും, എൻ്റെ ഭാവി എന്താകും എന്നൊന്നും ചിന്തിച്ച് വേവലാതിപ്പെടരുത്, ഭയപ്പെടരുത്. കർത്താവ് നൽകുന്ന വാഗ്ദത്തം നോക്കിക്കേ. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇത് കൂടുതൽ എന്ത് വേണം? നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ മുമ്പിലും പിമ്പിലും ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി ഡിവൈൻ പ്രൊട്ടക്ഷൻ നൽകുവാൻ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ചലിക്കും. മാത്രമല്ല, ചെന്ന് ചേരുന്നിടത്തൊക്കെ വലിയ ദൈവിക സ്വസ്ഥത അനുഭവിക്കത്തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പായി സഞ്ചരിക്കും. ഇതിലും വലുതൊന്നും വേണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവ് ഏൽപ്പിച്ച ദൗത്യമായി മുന്നോട്ട് പോകാം. പിന്തിരിഞ്ഞു നോക്കണ്ട, നാളെക്കുറിച്ച് ഭാരപ്പെടണ്ട, എന്തായി തീരുമെന്നുള്ള വേവലാതി വേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെ കാക്കുവാൻ ശക്തൻ. അവിടുന്ന് എഴുതി തിട്ടപ്പെടുത്തിയ പ്ലാനുകൾ നമുക്കായി ഉണ്ട്. ആ പ്ലാനിൻ പ്രകാരം ഓരോ നിമിഷവും നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ധൈര്യപ്പെട്ടേ. വിളിച്ച ദൈവം വിശ്വസ്തനായി കൂടെയുണ്ട്. മുന്നോട്ട് തന്നെ പൊക്കോ, പിന്തിരിഞ്ഞു നോക്കണ്ട. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് നന്ദി. അങ്ങ് മതി, അതിനേക്കാൾ വലുതൊന്നും വേണ്ട. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഓരോ നിമിഷവും ആയിരിക്കാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ അടിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങ് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥത എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുനിമിഷം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ബലപ്പെടുത്തണേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ധൈര്യമായി മുന്നോട്ട് പോകാം. ദൈവ സാന്നിധ്യം ഓരോ നിമിഷവും ജീവിതത്തിൽ ആസ്വദിക്കുക. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങൾ US കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും കൂടെ ഇരുന്ന് നയിക്കുവാൻ എന്നെയും വിധേയപ്പെടുത്തുന്നു. US പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ കാണാം. മറ്റു രാജ്യങ്ങളിലായിരിക്കുന്ന, ഇന്ത്യയിലായിരിക്കുന്ന, കേരളത്തിലായിരിക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം കർത്താവിനെ ഒത്തിരി സ്നേഹിക്കാം. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊന്നും യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാതെ കർത്താവിനോട് പറ്റിയിരിപ്പാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തട്ടെ. നാളത്തേക്കുള്ള വീഡിയോയും കൂടി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടിരിക്കാം. നാളെയും തക്ക സമയത്ത് നിങ്ങളുടെ കരത്തിൽ എത്തട്ടെ. അത് കഴിഞ്ഞുള്ളത് അവിടെ ചെന്ന് കർത്താവ് തരുന്ന ആലോചനകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കാം. പ്രാർത്ഥനയിൽ ഓർക്കാം. ബ്ലെസ് യു, ലവ് യു.